ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് കറക്കുന്നത് കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് കൂടെ പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വെള്ളം ചേർത്താലും മതി കേട്ടോ. 1.25 കപ്പ് പാലാണ് കേട്ടോ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബാറ്റർ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാന് നല്ല ചൂടുണ്ടാവണം കേട്ടോ, എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം സെൻട്രലായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, വളരെ തിന്നായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കുക്കായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് നല്ലപോലെ മൊരിയിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ മൊരിയിപ്പിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കറിയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചിടാതെ എടുക്കാം കേട്ടോ. മുകളിലൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ദോശയാണ്. ഇത് നോൺ സ്റ്റിക്കിൽ മാത്രമല്ല, നമുക്ക് ഇരുമ്പ് ചട്ടിയിലും ഇത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല തിന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു ദോശ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. വെള്ളം ചേർത്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ പുരട്ടാതെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എണ്ണ പുരട്ടാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്ന് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഓവർ സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കണ്ടോ, നല്ല പേപ്പർ പോലെ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.